والسلام على من لا نبي بعد. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സദഖാത്തിലെ യാചന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുന്നത് അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും ഖനിയായിരിക്കെ അല്ലെങ്കിൽ അവനവൻ്റെ ആവശ്യത്തിനുണ്ടായിരിക്കെ അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. അതിലടുത്തത് വഅൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു قال عمر رضي الله عنه يا رسول الله لقد سمعت فلانا وفلانا يحسنان الثناء. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ കേൾക്കുകയുണ്ടായി, രണ്ടാളുകൾ അവർ ധാരാളമായി നിങ്ങളെ പുകഴ്ത്തുന്നതും വാഴ്ത്തുന്നതൊക്കെ കേട്ടു. ഇത് ഖുർആനി അന്നക അഅതൈതഹുമാ ദീനാറൈൻ, അവർ പറയുന്നുണ്ട് താങ്കൾ അവർക്ക് 2 ദീനാർ വീതം നൽകി എന്നുള്ളത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാകിന്ന ഫുലാനൻ മാ ഹുവ കദാലിക്, അല്ലാഹു ആണ് വേറൊരാളുണ്ടായിരുന്നു ഇതുപോലെ തന്നെ, ലഖദ് അഅതൈതുഹു മാ ബൈന 10 ഇലാ 100, ഞാൻ അവന് 10ന്റെയും 100ന്റെയും ഇടയിലുള്ള അത്ര ദീനാറുകൾ നൽകുകയുണ്ടായി. ഫമാ യഖൂലു ദാലിക്, അവനതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അമാ വല്ലാഹി ഇന്ന അഹദകും ലയുഖ്രിജു മസ്അലതഹു മിൻ ഇൻദി യതഅബ്ബതഹാ, എന്നിട്ട് വിശ്വാസം പറയണം, അല്ലാഹു ആണ്, നിങ്ങളിൽ ആരെങ്കിലും എന്നോട് വന്നിങ്ങനെ ചോദിക്കുകയാണ്, യാചിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ് എന്തിലൊരു കാര്യം, അങ്ങനെ ഞാനത് നൽകുകയും യതഅബ്ബതഹ എന്ന് പറഞ്ഞാൽ യഅനി തകൂനു തഹ്ത ഇബ്തിഹി, എന്നിട്ട് കക്ഷത്തിന് താഴെയായിട്ട് വെച്ച് കൊണ്ടുപോവാണ്, എന്തെങ്കിലും കാര്യം വെച്ച് കൊണ്ടുപോകുന്ന പോലെ അവന് കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ കൊണ്ടുപോകുന്നത് നാറൻ, തീയിനെയാണ് അവൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഖാല ഉമർ റളിയല്ലാഹു അൻഹു, തീയാണെങ്കിൽ നരകമാണെന്നുള്ള അർത്ഥത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ തുഅതീഹാ ഇയ്യാഹും, റസൂലെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് നൽകുന്നത്? അത് നരകമാണ് അല്ലെങ്കിൽ തീയാണെങ്കിൽ പിന്നെ എന്തിനാണ് നൽകുന്നത്? ഖാല ഫമാ അസ്നഉ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? യഅബൂന ഇല്ലാ ദാലിക് വയഅബല്ലാഹു ലിൽ ബുഖൽ, അവരെന്നോടത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അള്ളാഹു ആണെങ്കിൽ എനിക്ക് പിശുക്കുണ്ടാകരുത് എന്ന മേലെ എൻ്റെ മേലെ പിശുക്കും ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ഇതുപോലെ ചോദിക്കുകയും യാചിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വിശ്വാസം നൽകാറുണ്ട്, പക്ഷെ അങ്ങനെ അർഹരല്ലാതെ അത് വാങ്ങുന്നത് അത് തീയാണ്, നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബഖീലല്ലാത്തത് കൊണ്ട്, ഒരു പിശുക്കനല്ലാത്തത് കൊണ്ട് അവർക്കപ്പോഴും നൽകാറുണ്ടായിരുന്നു. അപ്പോൾ അർഹതയില്ലാതെ വേറൊരാളോട് യാചിക്കുകയോ ചോദിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വഫി റിവായത്തിൻ ജയ്യിദത്തിൽ അബി അല, മറ്റൊരു റിവായത്തിൽ വഇന്ന അഹദകും ലയഖ്റുജു ബിസദഖതിഹി മിൻ ഇൻദി മുതഅബ്ബതഹാ വഇന്നമാ ഹിയ ലഹു നാർ, എൻ്റെ അടുക്കൽ നിന്നുള്ള എന്തെങ്കിലും ഇതുപോലെ സദഖയായിട്ട് ഒരാൾ അത് വാങ്ങിപ്പോവുകയാണെങ്കിൽ, അഥവാ അർഹനല്ലാത്തവൻ അവനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ നരകമാണ് അല്ലെങ്കിൽ തീയാണ് കൊണ്ടുപോകുന്നത്. ഖുൽതു യാ റസൂലല്ലാഹ് കൈഫ തുഅതീഹി വഖദ് അലിംത അന്നഹാ ലഹു നാറുൻ, അതുപോലെ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് നരകമാണെന്ന് അറിയുമെങ്കിൽ, തീയാണെന്ന് അറിയുമെങ്കിൽ പിന്നെ എന്തിനാണ് റസൂൽ നിങ്ങൾ കൊടുക്കുന്നത്? ഖാല ഫമാ അസ്നഉ യഅബൂന ഇല്ലാ മസ്അലതി വയഅബല്ലാഹു അസ്സ വജൽ ലി ബുഖൽ, നേരത്തെ പറഞ്ഞ അതേ മറുപടി. وعن أبي بشر قبيصة بن المخارق رضي الله عنه قال, قبيص رضي الله عنه ഉദ്ധരിക്കുന്ന സംഭവമാണ്, തഹമ്മൽതു ഹമാലതൻ, ഒരിക്കൽ ഈ ഖബീസ എന്ന ഈ സഹാബിക്ക് ഒരു ഹമാലത്ത് പറഞ്ഞ ദിയ, മറ്റ് ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ബ്ലഡ് മണി പോലെയോ അല്ലെങ്കിൽ പകരം പണം കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടോ ഒരു ആവശ്യം വന്നു, വേറൊരു കൂട്ടർക്ക് പണം നൽകേണ്ട ആവശ്യം വന്നു ഈ ദിയയുടെ ഇനത്തിൽ. ഫതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്അലുഹു ഫീഹാ, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും അങ്ങനെ അതിൻ്റെ പേരിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും ചെയ്തു, ഇത് എന്തെങ്കിലും നൽകണമെന്ന നിലക്ക് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്തു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖിം ഹത്താ തഅതിയന സദഖ ഫനഅമുറു ലക ബിഹാ, നീ അവിടെ നിനക്ക് എൻ്റെ അടുക്കൽ സദഖയുടെ ഇനത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നൽകാൻ വേണ്ടി കൽപ്പിക്കാം എന്ന് പറഞ്ഞു. ثم قال, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഖബീസ, ഖബീസ, ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലി അഹദി സലാസ, 3 കൂട്ടർക്കല്ലാതെ യാചന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുക, ആവശ്യപ്പെടുക എന്നുള്ളത് അത് ശരിയല്ല, അനുവദനീയമല്ല. ഒന്നാമത്തേത് റജുലുൻ തഹമ്മല ഹമാലതൻ ഫഹല്ലത് ലഹുൽ മസ്അല ഹത്താ യുസീബഹാ സുമ്മ യുംസിക്, ഇതുപോലെ ദിയയോ മറ്റുള്ള ഏതെങ്കിലും കാരണത്താൽ മറ്റൊരു കൂട്ടർക്ക് പണം നൽകേണ്ടി വരുന്ന, ഒരു ഫൈനായിട്ട് മറ്റും പണം നൽകേണ്ടി വരുന്ന ആളുകൾ,
അവൻ്റെ ആവശ്യം തീരുന്നത്ര അവനെ ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അവൻ നിർത്തണം. വറജുലുൻ അസാബത്ഹു ജാഇഹത്തുൻ ഇജ്താഹത് മാലഹു, വേറൊരാൾ അവന് ജായിഹത്ത് ബാധിക്കാൻ. ജായിഹത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പത്തിലോ കച്ചവടത്തിലോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള നഷ്ടം. ഒരാളെ കച്ചവടം പെട്ടെന്ന് കത്തിച്ചാമ്പലാവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും അതുപോലെയുള്ള മുസീബത്ത് ബാധിക്കാൻ, അത് ജായിഹത്ത്. അപ്പോൾ അവൻ്റെ കച്ചവടത്തിലും വരുമാനത്തിലും അങ്ങനെ എന്തെങ്കിലും ബാധിച്ചു. ഫഹല്ലത് ലഹുൽ മസ്അല ഹത്താ യുസീബ ഖിവാമൻ മിൻ ഐശിൻ ഔ ഖാല സിദാദൻ മിൻ ഐശിൻ, അവന് ആളുകളോട് ചോദിക്കാം, അല്ലെങ്കിൽ ആളുകളോട് ആവശ്യപ്പെടാം. അവൻ്റെ ആ ജീവിതമാർഗം നേരെയാകാൻ എത്രയാണോ ആവശ്യം ആ നിലക്ക് അവന് ചോദിക്കാവുന്നതാണ്. വറജുലുൻ അസ്വാബത്ഹു, മൂന്നാമത്തെ ആള്, വറജുലുൻ അസ്വാബത്ഹു ഫാഖത്തുൻ ഹത്താ യഖൂല സലാസത്തുൻ മിൻ ദവിൽ ഹിജാ മിൻ ഖൗമിഹി, ഒരാൾക്ക് വലിയൊരു ആവശ്യം വന്നുപെട്ടു, ദാരിദ്ര്യമായിട്ട് കഷ്ടപ്പാടായിട്ട് വലിയൊരു ആവശ്യം വന്നുപെട്ടു. അങ്ങനെ 3 ദവിൽ ഹിജ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള വിവേകമുള്ള 3 ആളുകൾ അത് അംഗീകരിക്കുകയാണ്, അവൻ ആവശ്യക്കാരനാണ് എന്ന നിലക്ക് അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവനും എന്ത് ചെയ്യാം? ആ 3 പേര് പറയാണ് ലഖദ് അസാബത് ഫുലാനൻ ഫാഖതൻ ഫഹൽ, അങ്ങനെ ആ 3 പേര് പറയാണ് അവനെന്തോ ആവശ്യമുണ്ട്, അവന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിലേക്ക് സ്ഥിരപ്പെടുത്തി പറഞ്ഞാൽ ഫഹല്ലത് ലഹുൽ മസ്അല ഹത്താ യുസീബ ഖിവാമൻ മിൻ ഐശിൻ ഔ ഖാല സിദാദൻ മിൻ ഐശിൻ, അവനും അവൻ്റെ ജീവിതമാർഗം നേരെയാകാൻ മാത്രം മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ്. 3 കൂട്ടർക്ക് അനുവദനീയം. 1, ഇതുപോലെ ദിയ നൽകേണ്ടി വരുന്ന ഓരോ വിഷയങ്ങളിൽ ഫൈനായിട്ടും മറ്റും അങ്ങനെയുള്ള രീതി നൽകേണ്ടി വരുന്ന ആളുകൾ. 2ാമത്തെ ആൾ പെട്ടെന്ന് കച്ചവടത്തിൽ എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുക, അവൻ്റെ വരുമാന മാർഗം തടയപ്പെടുക, ആ നിലക്കാകുന്നവർ. 3ാമത്തെ കൂട്ടർ എന്തെങ്കിലും ദാരിദ്ര്യമോ ആവശ്യമോ അല്ലാത്ത തരത്തിൽ വരുന്ന ആളുകൾ. അത് 3 പേർ അംഗീകരിക്കുകയും വേണം. അറിവുള്ള വിവേകമുള്ള 3 ആളുകൾ അംഗീകരിച്ചാൽ ഈ 3 കൂട്ടർക്ക് ചോദിക്കൽ അനുവദനീയമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ സിവാഹുന്ന മിനൽ മസ്അലതി യാ ഖബീസ സുഹ്തുൻ യഅകുലുഹാ സാഹിബുഹാ സുഹ്തൻ, ഇതല്ലാത്ത ഈ 3 കൂട്ടരല്ലാത്തവർ യാചിക്കുക എന്നുള്ളത്, മറ്റുള്ളവരോട് ചോദിക്കുക എന്നുള്ളത് അത് നിഷിദ്ധമായിട്ടുള്ള ഒന്നാണ്. അവൻ പിന്നെ ഭക്ഷിക്കുന്നത്, ആ രീതിയിൽ ഭക്ഷിക്കുന്നത് നിഷിദ്ധമായത് ഭക്ഷിക്കുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ യാചന എന്നുള്ളത് തീരെ പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ്. അത്രയും ആവശ്യമായി വരുന്ന ആളുകൾ, ഇതുപോലെയുള്ള ആളുകൾക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദനീയമാക്കി പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഇനി വേറൊരാൾ ചോദിച്ചു വന്നാൽ നൽകേണ്ട എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. കാരണം ശേഷം ഒരു ബഖീലായിരുന്നില്ല. ചില ആളുകൾ അവർക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് എന്നറിഞ്ഞിട്ടും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ചോദിക്കുന്ന ആളുകൾ അവർ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലല്ലാതെ മറ്റുള്ളവരോട് ചോദിച്ച് യാചിച്ച് ചോദിക്കുക, ആവശ്യപ്പെടുക എന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.